ഉച്ച സമയമായി. അപ്പോൾ നമ്മൾ ലൂർ കാസ്റ്റിങ് ഷാജഹാൻ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ പല ചൂണ്ടകളും ബലൂണും ഒക്കെ നമ്മൾ ഇട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ മീൻ പിടിക്കുന്ന മുറയ്ക്ക് അതിൻ്റെ വിഷ്വൽസ് ഞാൻ കാണിച്ചു തരാം. പക്ഷേ സമയം ഏതാണ്ട് 1:30 അടുക്കുന്നു. അപ്പം മാഹീൻ നമ്മുടെ മാസ്റ്റർ പ്രോഗ്രാമൊക്കെ കിടക്കുകയാണ്. മദഊത്ത് എന്ന് പറയുന്ന ആ ഒരു വിഭവം, ഒരു സ്പെഷ്യൽ അറബിക് ഫുഡ്, പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അറബിക് ഫുഡ് മദഊത്ത്. അപ്പോൾ ഈ മദഊത്ത് എന്ന് പറയുന്നത് ആവിയിൽ വേവുന്നതിനെയാണ് ദഊത്ത് അങ്ങനെ ഒരു വാക്കുണ്ട് അല്ലേ മൈന, അങ്ങനല്ലേ പറയുക? അതെ. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ മദഊത്ത് എന്ന് പറയുന്നത്. മന്തി, മദഊത്ത്, മദ്ബി എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ അതിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഞാൻ വള്ളത്തിൻ്റെ പുറത്താണ് നടക്കുന്നത്, വളരെ കെയർഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ കിടക്കും. അപ്പോൾ സാധനങ്ങൾ മായിൻ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോ, ഇപ്പോൾ ബീഫ്, നല്ല ഒന്നാന്തരം ബീഫ് ഷാജഹാൻ കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ. അപ്പോൾ ബീഫ് വെച്ചിട്ടാണ് ഞങ്ങൾ അത് ചെയ്യാൻ പോകുന്നത്. മായിനെ ഫസ്റ്റ് പ്രൊസീജിയർ എങ്ങനെയാണ്? നമ്മൾ എന്താണ് പരിപാടി? നമ്മൾ ഫസ്റ്റ് ബീഫ് അതുപോലെ റൈസ് ഇതെല്ലാം നമ്മൾ കുതിർത്തി മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചിക്കനിൽ ഇത് ചെയ്യാം, ബീഫിൽ ചെയ്യാം, മട്ടണിൽ ചെയ്യാം. അപ്പോൾ ചിക്കനാവും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ബീഫാണ്. അപ്പോൾ ഒരു അല്പം സമയം എടുക്കും. അപ്പോൾ അതിൻ്റെ ഓരോ ഘട്ടങ്ങളും നമുക്ക് കാണാം. ആദ്യം പുള്ളി അതൊന്ന് അരിഞ്ഞ് എല്ലാം സെറ്റാക്കി കഴുകി ഒന്ന് വൃത്തിയാക്കി വെക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അരി കുതിർത്ത് വെക്കുക എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന അരിയുണ്ട്. അരി ബസ്മതിയാണ്, ബസ്മതി റൈസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം. മരുന്ന് മുടക്കി ഇട്ടത്. നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമുള്ളത് വളരെ ചുരുങ്ങിയ മസാല ഐറ്റംസിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ബ്ലാക്ക് ലെമൺ, കറുവ, ഗ്രാമ്പ്, കുരുമുളക്, ഏലക്ക, ഇതാണ് ഇതിൻ്റെ മസാല ഉദ്ദേശം. പിന്നീട് വരുന്നത് നമുക്ക് വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നീട് വേണ്ടി വരുന്നത് 2 സവാള, 2 വെളുത്തുള്ളി, 3 തക്കാളി, ഒരു 10 പച്ചമുളക് നമുക്ക് കുറയ്ക്കാം, കാരണം എരിവിന് വേണമെന്നവർക്ക് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് കുറയ്ക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും, നല്ല ബീഫ്. ഇപ്പം നമ്മളെടുത്തിരിക്കുന്നത് 2 കിലോ ബീഫാണ്. ഷാജഹാൻ്റെ തന്നെ സ്പെഷ്യലായിട്ട് നമുക്ക് ഷാജഹാൻ കൊണ്ട് തന്നാണ് ബീഫ്. അടിപൊളി ബീഫ്, അതുപോലെ ഫ്രഷ് ആയിട്ടുള്ളത്. അതിൻ്റെ ചെസ്റ്റ് പീസ്. അതുപോലെ നല്ല ബസ്മതി റൈസാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അരിയും ബീഫും എല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് പെട്ടെന്നല്ലേ ഇനി എല്ലാം കൂടെ ഇപ്പോൾ 30 മിനിറ്റിന് നമ്മൾ ഫുഡ് റെഡിയാണ്. 30 മിനിറ്റ് മാക്സിമം. 5 മിനിറ്റ് മതി. 5 മിനിറ്റ് ഒന്ന് സെറ്റ് ആക്കാനായിട്ട്. 5 മിനിറ്റ് മതി. 5 മിനിറ്റ്. പിന്നെ നമുക്ക് വേണ്ടത് ബീഫിന് വേവാനുള്ള ടൈമാണ് നമ്മൾ ആകെ ചോദിക്കുന്നത്. ആ സമയം ചോദിക്കുന്നത് അല്ലേ? മസാല ഇട്ട് കൊടുക്കുക. അതോടൊപ്പം നമുക്ക് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ. അപ്പം എന്തൊക്കെ ഇട്ടേക്കുന്നത് ഇപ്പോൾ നിലവിൽ? ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ഒരല്പം ഗരം മസാല, കുറച്ച് കുരുമുളക്, ഒരു 10 ഏലക്ക, ഒരു 10 ഗ്രാമ്പ്, ഒരു 3 കഷ്ണം കറുവപ്പട്ട, അത്രേ ഉള്ളൂ. കുറച്ച് സവാള. ഓക്കെ, ഇത്ര സംഗതിയുള്ളൂ. സവാള നമുക്ക് നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് തക്കാളി കൂടി ഇടുകയാണ്. ഓക്കെ. പിന്നെ നമ്മൾ കാണിച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി അല്പം നമ്മൾ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയുള്ളത് തക്കാളി ഇടുക എന്നുള്ളതാണ്. തക്കാളി അടിപൊളിയായിട്ടാണ് സംഗതി പോകുന്നത്. ഇനി എന്താ വാങ്ങിയിട്ടത്? വെളുത്തുള്ളി പേസ്റ്റാ? വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തത്. ഓക്കെ, വെളുത്തുള്ളി പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബീഫ് ഇട്ടാൽ മതി. ബീഫും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ. സംഗതി എളുപ്പമാണ്. ജാവ സിമ്പിളാണ്, പക്ഷെ പവർഫുള്ളാണ് എന്ന് പറഞ്ഞ പോലെ വളരെ സിമ്പിളായിട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. ആ 2 ഉണക്കനാരങ്ങ കൂടി ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ലെമൺ. ഓക്കെ. അപ്പോൾ ഏതാണ്ട് മൂത്ത് വരുന്നു. മൂത്ത് കഴിഞ്ഞാൽ അന്തരത്തിന് എടുത്തിട്ട് ബീഫ് ഉണ്ട്. ഇത് ആദ്യം ക്യാമറ കുഴപ്പമാണ് എല്ലാം. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടുന്ന ബീഫ് എത്തിക്കാവും.
അതാണ്ട് നമുക്ക് ബീഫിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ ബീഫ് ഇടുകയാണ്. ഇട്ടോട്ടെ. പൊളി. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ നേരെ അരിയിടുക, ഇളക്കി മാറ്റുക. ഈ ലേശം കൂടി തോന്നുന്നു അല്ലേ? വളരെ സിമ്പിളായിട്ടാണ്. അതെ, ജാവ സിമ്പിളാണ് പക്ഷെ പവർഫുള്ളാണ്. അതാ, ഇത് ഒരുപാട് കാലമായി ഇത് മാഹിനെ കൊണ്ട് ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കണം. പക്ഷേ ഇതുവരെ സമയം കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് സമയം കിട്ടിയത്. മാഹിൻ്റെ തിരക്കുണ്ട് ഇത് നടന്നിട്ടില്ല. ഇപ്പോഴാണ് സാധിച്ചത്. അറബികളുടെ ഒരു ഇഷ്ടപ്പെട്ട ഫുഡാണ്. ഉപ്പിട്ട് കഴിഞ്ഞു. ഇപ്പോൾ അല്പം ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിടുക. അതെ, ഇനി പച്ചമുളക് ഇട്ടാൽ മതി അല്ലേ? പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായി. പച്ചമുളക് ഇട്ട് കഴിഞ്ഞു. പിന്നെ ആ വെളുത്തുള്ളി ഞങ്ങൾ അല്ലിയോട് തന്നെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മയണീസിന് പകരം അത് കഴിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതിട്ട് അങ്ങോട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാണല്ലോ അത് പേസ്റ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കഴിക്കുമ്പോഴത്തേക്കിന് നമുക്ക് ആ വെളുത്തുള്ളി നെക്കി എടുത്ത് നല്ല മയണീസ് പോലെ തന്നെ ഒരു പേസ്റ്റ് നമുക്ക് കിട്ടും. ശരിക്കും എന്ത് അല്ലേ മൈന? അതുപോലെ ഇപ്പോൾ ഈ ബീഫ് നമ്മളിപ്പോൾ മസാലയിൽ ഹാഫ് വേവ് ആവുകയാണ്. അതായത് മസാല നന്നായിട്ട് ബീഫിൽ പിടിക്കണം. അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും. മറ്റ് സ്പൈസി ഐറ്റംസ് ഒന്നും നമ്മൾ ഉപയോഗിക്കും ഒരു മസാല, അതായത് ഒരു ഈ എരിവും അങ്ങനെയുള്ള സംഗതികളൊന്നും, മുളക് പൊടി മസാലപ്പൊടി ഒന്നും ഇടുന്നില്ല. ആകെ ഇട്ടെന്ന് പറഞ്ഞാൽ 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ 2 കറുവാപ്പട്ട അല്ലേ? അതെ, അതാണ് മസാല എന്ന് പറയുന്നത്. വെളുത്തുള്ളി ഞങ്ങൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്. വേറൊന്നും വേണ്ടിയിട്ടല്ല, നമ്മൾ അന്ന് എടുത്തതിനേക്കാളും കൂടുതൽ ഇടുന്നത് എൻ്റെ നിർബന്ധം കാരണം ഇത് ചിലപ്പോൾ തികയാതെ വരും. ആ പേസ്റ്റിൻ്റെ ടേസ്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ സാധനം തികയാതെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മളത് ഒരു ലേശം കൂടുതൽ ഇടുന്നുണ്ട്. അർണശോക് സെറ്റല്ലേ? വിശക്കുന്നില്ലേ? അർണശോക് അസ്വസ്ഥമാണ് ആകെപ്പാടെ. വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. സെറ്റാക്കി പവർ വരട്ടെ. സംഗതി ഇട്ട് കഴിഞ്ഞു. വെളുത്തുള്ളി അല്ലേ ഇടുന്നത്? വെളുത്തുള്ളി. യെസ്. എത്ര ഉദ്ദേശിച്ചിട്ട് 10 ഇട്ടാ? ഇത് വേണമെന്നില്ല, ആവശ്യമുള്ളവർക്ക്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ 2 3 മതി ശരിക്കും. പക്ഷേ ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ് നമ്മൾ ഇത്ര ഇട്ടത്. മയോനൈസിന് വേണമെങ്കിൽ തൂമായിട്ട്, അതായത് നമുക്കിത് വെളുത്തുള്ളി പേസ്റ്റ് ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അത് കഴിക്കുന്നത് ഞങ്ങൾ കാണിച്ചു തരാം. അത് നെക്കി കഴിയുമ്പോഴത്തേക്കും അത് മൊത്തം ചാടും തന്നെ പുറത്തേക്ക്. അത് സെറ്റാക്കി കഴിയുമ്പോൾ കാണിക്കും. ഓക്കെ, ഇത് നമ്മളുള്ള ചർച്ച വെക്കല്ലേ? എത്ര മിനിറ്റ് നമ്മൾ ഈ ബീഫ് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കും. കാരണം ബീഫ് ആയതുകൊണ്ട് അല്പം വേവുണ്ട്. ആ വേവ്, ബീഫിൻ്റെ വേവും ആ റൈസിൻ്റെ വേവും കൂടെ കറക്റ്റ് ആകാൻ വേണ്ടി നമ്മളൊരു 10 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ അർണശോ എന്നോട് മാറാൻ പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തൽക്കാലം സൈൻ ഓഫ് ചെയ്യണം. സൈൻ ഓഫ്. അപ്പോൾ അത് അടച്ചു കഴിഞ്ഞു. ഇനി എത്ര ടൈം എടുക്കും? 10 മിനിറ്റ്. 10 മിനിറ്റ്. 5 മിനിറ്റ് നമുക്ക് മസാല വേവിക്കാനും മസാല റെഡിയാക്കാനും 10 മിനിറ്റായി ബീഫ് വേവാനും വേണ്ടി നമ്മൾ എടുക്കും. ഓക്കെ, താങ്ക് യു. അടുത്തത് എന്ത് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് നമ്മൾ വെറുതെ ഇടും. കാരണം ഒന്ന് ഏറ് പോകാൻ വേണ്ടി. ഏറ് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് റെഡിയാണ്. ഓക്കെ, അപ്പോൾ എല്ലാം കൂടെ 30 മിനിറ്റിൽ ബ്രോ. അപ്പോൾ ഞങ്ങൾ അരി ഇടാൻ പോകണം. സംഗതി എല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ മൈന എന്തായി ഒന്ന് വെച്ചാൽ നോക്കട്ടെ. അയ്യോ, നല്ല ടേസ്റ്റ്. നാക്കുൾപ്പെടെ പൊള്ളിപ്പോയി. ഞാനേ ശരിക്കും പറഞ്ഞാൽ വെള്ളത്തോട് തള്ളിയിടണം. എന്തായാലും ഇടുകയാണ് അരി കേട്ടോ. അരി ഇടുകയാണ്. അപ്പോൾ അതിൻ്റെത് ഇടാനായാ നമ്മളിതേ ഉപ്പൊക്കെ പാകം വെക്കാം. ഉപ്പ് പാകമായി കഴിയുമ്പോഴേക്കും നമ്മളെന്ത് ചെയ്യാം, അരി ഒന്ന് നമ്മൾ അരി കഴിയെടുക്കല്ലേ? അതെ. ഓക്കെ, നമ്മൾ 2 കിലോ ഇറച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ 1 കിലോ അരി ഇടുന്നുള്ളൂ. ഇറച്ചി കൂടുതലും അരി കുറവ് ഇട്ടേക്കുന്നത്. കാരണം അരി ബീഫിനോട് ഒരു ഇഷ്ടമുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബീഫാണ് ഉപയോഗിക്കുന്നത്. അതെ, ഓക്കെ. അപ്പോൾ അരി ഇടല്ലേ? അപ്പോൾ നമ്മൾ അരി ഇടുക. പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ അടച്ച് എത്ര ടൈം നോക്കും? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റ് കഴിഞ്ഞാൽ സെറ്റായി. അതെ, ഇതിലേക്കൊരു എയറൊന്ന് ടൈറ്റായി കഴിയുമ്പോഴത്തേക്ക് ഒരു പിസിൽ വരുന്നതിന് മുന്നേ നമുക്ക് ഓഫ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ ഒരു വിസിലാണ് നമ്മുടെ കണക്കല്ലേ? അതെ. നമ്മൾ ഒന്നും കൂടെ ഉപ്പൊന്ന് പാകമാണോ എന്ന് നോക്കാം. അപ്പം നമുക്കിത് അടച്ചു വെക്കാം അല്ലേ? ഇനി എത്ര ടൈം? 10 മിനിറ്റ്. ഒരു നോർമൽ തീയിൽ നമ്മളൊരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ടൈറ്റ് ആവും. തീ കുറച്ചേ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ഇതിന് പരിപാടി ഫസ്റ്റ് പിസിലോടുകൂടി നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മധുറൂത്ത് റെഡി ആയിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുകയാണ്. ഓപ്പൺ ആക്കിയിട്ട് മൈൻ നേരെ അതിനകത്തേക്ക് കൊട്ടും. ഒരുമിച്ചെടുത്ത് അങ്ങോട്ട് തൊട്ടന്നെ. അപ്പോൾ മധുറൂത്ത് റെഡി ആയിട്ടുണ്ട്. ആവി ഉറക്കുന്ന അടിപൊളി അടിപൊളി മധുറൂത്ത്. മാഷാ അല്ലാഹ്, സൂപ്പർ സംഗതി. അതിൻ്റെ ആ ഒരു സ്മെല്ല് അടിക്കുമ്പോൾ നല്ല നമുക്ക് ആ അറേബ്യൻ ടേസ്റ്റ് വരികയാണ്. എന്താ പറയുക? അല്ല മോനെ? അതെ, കഴിച്ചും കൂടെ നോക്കണേ. അതെ അതെ, കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ. അടിപൊളി മധുവൂത്ത്. മധുവൂത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് മധുവൂത്ത്. റെഡിയാക്കിയതാണ്. നമ്മൾ വെളുത്തുള്ളി ഇട്ടിരുന്നത് ഇതാണ് നമ്മുടെ ഇതിനോടൊപ്പം നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സോസ് പോലെ. ഒന്ന് കഴിച്ചു നോക്കുമോ? പിന്നെ കഴിച്ചു നോക്കുമെന്നോ? അത് ചോദ്യമാണത്. താങ്ക് യു. എന്നാ വേമ്പനാട് കായലിൻ്റെ ശാന്തതയിലിരുന്ന് ഞങ്ങളുണ്ടാക്കിയ അറബിക് ഫുഡ് എല്ലാം കൂടി എടുത്തത് 30 മിനിറ്റ് മാക്സിമം. അടിപൊളി വിഭവങ്ങളാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസും അയ്യോ അതിൻ്റെ ഒപ്പം തന്നെ പോളിസാണ് അല്ലേ? അപ്പോൾ അലങ്കരിച്ച് വെച്ച മധുവൂത്ത് റെഡിയാണ്. പക്ഷേ ഇതിൻ്റെ മണം ഉണ്ടല്ലോ എൻ്റെ പൊന്നാര തങ്കു, പൊളി മണം മാത്രമല്ല ഇവൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് അറബിക് ടേസ്റ്റ് തന്നെയാണ്. പൊളി സാധനം. ബാ എല്ലാവരും ബാ, ക്യാമറ പിടിച്ചൊന്നും പണിയൊക്കെ ഇല്ല. ഇങ്ങനെ അവിടെ ഇനി ഇരിക്കാൻ സമയമില്ല. എക്സലൻറ്റ്. എനിക്ക് തോന്നുന്നു ഒരു മസാല, അതായത് വയറിന് കേട്ടിട്ടുള്ള ഒരു മസാലയില്ല, ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നിങ്ങൾ ഇത് ടേസ്റ്റ് ചെയ്യണം, ഇതൊന്ന് ഉണ്ടാക്കണം, ഒന്നുണ്ടാക്കി കഴിക്കണം. കഴിക്കുമ്പോൾ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഒരുപാട് സംസാരിച്ച് യുവമാർ തീർക്കും. അതുകൊണ്ട് അനശോ കമൺ നോക്കിയിരുന്ന സമയം പോകില്ല. ബാക്കി നമ്മൾ കഴിച്ചു തീർക്കും. അല്ലാണോ? ബീഫൊക്കെ കണ്ടോ? ഗൈസ് അടിപൊളി ഫുഡാണ് ഗൈസ്. അതായത് മധുവൂത്ത് കഴിക്കാൻ അത് അതിൻ്റെ ആ ടേസ്റ്റോടുകൂടി കഴിക്കണം. അതൊരു ഒന്നൊന്നര ടേസ്റ്റായിരുന്നു ചൂടോട് കഴിക്കുമ്പോൾ. അപ്പോൾ ദേ അതിൻ്റെ ക്ഷീണം ഇപ്പോഴും മാറാത്ത ഒരാളത് ആറും പുള്ളി അന്നേരം വന്നപ്പോൾ തൊട്ട് തിന്നാൻ തുടങ്ങിയതാണ്. ഇതുവരെ നിർത്തിയിട്ടില്ല. ഞങ്ങളെല്ലാം കഴിച്ചത് പാത്രം മടക്കി വെച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇത്രയും സാധനം ഇങ്ങോട്ട് കയറിയതാണ് ഇതിവിടെ. ഇതിന്റെ വേസ്റ്റ് എങ്കിലും ഒന്ന് ബാക്കി വെക്കായിരുന്നു. അതെ അതെ അതെ, ഇവിടെ നന്നായിട്ട് പോയിട്ടുണ്ട്. കാരണം ഇറച്ചി മാത്രമേ പുള്ളി കഴിച്ചിട്ടുള്ളൂ. എടാ എങ്ങനെ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു? അടിപൊളി. അരുൺ നീ ഇങ്ങനത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടോ? നിന്റെ ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല ചൂടോട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടോ? മസാലയൊന്നുമില്ല. മന്തിയുടെ വേറൊരു സ്റ്റൈല്. പക്ഷെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു സത്യം.